is an increasing function. ഓക്കെ, അപ്പോൾ എഴുതാത്തവർ എൻ്റെ കൂടെ എഴുതി വരണം കേട്ടോ. പിന്നെ രണ്ടാമത് എഴുതാനായിട്ട് ഇരിക്കരുത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ വാല്യൂസ് ഫോർ വിച്ച് അല്ലേ y ഈക്വൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ അല്ലേ ഈസ് ആൻ ഇൻക്രീസിങ് ഫങ്ഷൻ. അപ്പോൾ എഴുതിക്കോളൂ. ആദ്യം ഗിവൺ y ഈക്വൽ, ക്വസ്റ്റ്യൻ നമ്പർ 8 ഗിവൺ y ഈക്വൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. ഇതാണല്ലോ നമ്മുടെ ഫങ്ഷൻ അല്ലേ, ആണോ? ഇതാണോ നമ്മുടെ ഫങ്ഷൻ? ഓക്കെ, അപ്പോൾ y ഈക്വൽ, ആരും ഒന്നും മിണ്ടുന്നില്ല, എക്സ് അകത്തോട്ട് ഗുണിക്കുന്നു, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 2x ദ ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യരുത്. എക്സ്പാൻഡ് ചെയ്താൽ ആദ്യം എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എക്സ് റൈസ്ഡ് 4 ഒക്കെ ആവും. അപ്പോൾ സോൾവിങ് ബുദ്ധിമുട്ടായിട്ട് വരും. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ സാധാരണ ഇന്ന് അടുത്ത പരിപാടി എന്ത്? അടുത്ത പരിപാടി ഡിഫറൻഷിയേറ്റിംഗ്. പറയുള്ളവരെ ഡിഫറൻഷിയേറ്റിംഗ് With respect. വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എഴുതുക. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? ഇത് ആദ്യം എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ ആകുമ്പോൾ ഡെറിവേറ്റീവ് 2x. അപ്പം 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x. പിന്നെ എക്സ് ആയിട്ട് കരുതിയ ആളിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് -2 ആണോ പിള്ളേരെ? ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു അതുകൊണ്ട് ഈ ടേമിനകത്ത് നിന്ന് ആരെയെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ബ്രാക്കറ്റിനകത്ത് നിന്ന് അപ്പൊ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നിന്ന് ആരെങ്കിലും കോമൺ എടുക്കാമോ? എടുത്താൽ പിന്നെന്തോ കിട്ടും? എക്സ് മൈനസ് 1. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4. അപ്പോൾ 4x ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ, ഈ ഡെറിവേറ്റീവ് എടുത്താൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അങ്ങനെ ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? എഫ് ഡാഷ് എക്സ് 0 ആയിട്ട് എടുക്കണം. ഇതേ ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കണം. അപ്പോൾ എഴുതുക ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെ ഈ ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ പിന്നെ എന്ത് വരുമെന്ന് പറഞ്ഞാട്ടെ? വിച്ച് ഇംപ്ലൈസ് എക്സിന് 1ഉം 2ഉം കിട്ടും. 4x ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ത് വരണം? 0 വരണം. അപ്പം ഇതിലെ ആദ്യത്തെ ആളായ 4 ഒരിക്കലും എന്താകില്ല? എന്താകത്തില്ല? 0. ഇനി എന്തൊക്കെ ഓപ്ഷൻസിലാണ് 0 വരാവുന്നത്? ഒന്നുകിൽ രണ്ടാമത്തെ ആളായ എക്സ് 0 വരാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ആളായ എക്സ് മൈനസ് 2 0 വരാം. അപ്പം എക്സിൻ്റെ വില 2. അല്ലെങ്കിൽ അടുത്ത ആളായ എക്സ് മൈനസ് 1ൻ്റെ വില 0 വരാം. അപ്പം എക്സിൻ്റെ വില 1. അപ്പം ഇപ്പം എക്സിന് എത്ര വില കിട്ടി? ഏതൊക്കെ വിലയാ? നമ്പറിലേയും വരയ്ക്കുന്നു. -∞, +∞. ഇതൊന്ന് ഓർഡറിൽ പറഞ്ഞ ആദ്യം ആര് വരണം? 0 വരണം. പിന്നെ ആര് വരണം? 1 വരണം. അടുത്ത ആര് വരണം? 2. ഓക്കെ, ഇനി അടുത്ത വരി സ്പ്ലിറ്റ് ദ ഡൊമൈൻ ഓഫ് എഫ്
സ്പ്ലിറ്റ് ദ ഡൊമൈൻ ഓഫ് എഫ് ഇൻറ്റു ഓപ്പൺ ഇൻ്റർവെൽസ് നെയിംലി ഏതൊക്കെയാണ്? മൈനസ് Minus ഇൻഫിനിറ്റി infinity സീറോ, മൈനസ് ഇൻഫിനിറ്റി 0 0 1 ഓപ്പൺ ഇൻ്റർവെൽ 0 1 1 2 ഓപ്പൺ ഇൻ്റർവെൽ 1 2 2 infinity. ഓപ്പൺ ഇൻ്റർവെൽ 2 ഇൻഫിനിറ്റി. ഇത്ര ഓക്കെ ആണോ? ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടുത്ത പരിപാടി? ഓരോ ഇന്റർവെല്ലിലെയും f dash of ഓരോ x ഇൻ്റർവെല്ലിലെയും എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ സ്ഥലം തികയാത്തതുകൊണ്ട് അടുത്ത പേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടം വരെ എല്ലാവരുടെയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? ആണ് സാർ. ഓക്കെ. അപ്പോൾ ആ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എക്സ് ഇസ് ഈക്വൽ ടു മിണ്ടുന്നില്ല 4x ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1. എക്സ് മൈനസ് 1. നമ്മുടെ ഒന്നാമത്തെ ഇൻ്റർവെൽ ഏതായിരുന്നു? minus infinity 0. എഴുതുക. ഇൻ ദ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 0. ഇൻ ദ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 0. അപ്പോൾ ഈ ഇൻ്റർവെല്ലിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന നമ്പർ പറഞ്ഞേ. -1. അപ്പോൾ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു -1 ഇൻറ്റു -1 -2 ഇൻറ്റു -1 -1. ശരിയാണോ? 4 ഇൻറ്റു -1 -4. ഇൻറ്റു -1 -2 -3. -1 -1 -2. ഓക്കെ. 4 ഗുണം 3 12. 12 ഗുണം 2 24. 24. ആൻസറിൻ്റെ സൈനോ? മൈനസ് അല്ലേ? മൈനസ് ആണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ സൈൻ എന്തായി? നെഗറ്റീവ്. നെഗറ്റീവായി. നെഗറ്റീവ് ആയാൽ നമ്മുടെ അഭിപ്രായം ഡിക്രീസിങ് ആണ്. അപ്പോൾ എഴുതുക വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് അല്ലെങ്കിൽ എഫ് ഈസ് ആൻ വയ്യാണ് നമ്മൾ എഫ് എന്ന് വിളിക്കുന്നത്. എഫ് ഈസ് ആൻ എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഇൻ മൈനസ് ഇൻഫിനിറ്റി 0. ഒരു സെക്കൻഡ്, അത് ഇൻക്രീസിങ്ങിനെ കുറിച്ചല്ലേ ചോദിച്ചിട്ടുള്ളൂ? ക്വസ്റ്റ്യനകത്തിലെ ഇൻക്രീസിങ് എന്നല്ലേ ചോദ്യമുള്ളൂ അല്ലേ? ആണ് സാർ. അപ്പോൾ എഫ് ഈസ് ഡിക്രീസിങ് ഇൻ ദ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 0. 0. ഓക്കെ. ഇനി അടുത്ത ഇൻ്റർവെൽ ഏതാ? അടുത്ത ഇൻ്റർവെല് 0 1. 0 1 അണ്ടർലൈൻ ചെയ്യുക. ഇൻ ദ ഇൻ്റർവെൽ 0 1. ഈ ഇൻ്റർവെല്ലിൽ എക്സിന് കൊടുക്കാൻ പറ്റുന്നൊരു വില പറഞ്ഞ നിങ്ങൾ. ഇൻ ദ ഇൻ്റർവെൽ 1/2. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞു 4 ഇൻറ്റു പറവുള്ളരെ 1/2 ഇൻറ്റു 1/2 -2 ഇൻറ്റു 1/2 -1. എന്നിട്ട് ഈ 4ഉം ഈ 2ഉം കൂടെ കട്ട് ചെയ്യും. അപ്പോൾ എത്ര ആവും? 2. ഇന്നത്തേത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. അരയിൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പോൾ എങ്ങനെ കുറയ്ക്കും? അരയിൽ നിന്ന് 2 എങ്ങനെ കുറയ്ക്കും? 1.5. 2ൽ നിന്ന് അര കുറച്ചിട്ട് മൈനസ് കൊടുത്താൽ മതി. 2ൽ നിന്ന് അര കുറച്ചാൽ 1.5. 1.5. വലുതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ 1.5 നമ്മൾ എങ്ങനെ എഴുതും? 3/2. -3/2 ഇൻറ്റു ഇനി അരയിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ -1/2. ശരിയാണോ? അപ്പോൾ ഈ രണ്ടും കൂടെ വെട്ടിപ്പോയി.
നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആകും. 3 ഇൻറ്റു 1 3 ആയി ബൈ 2. ഇത് ഗ്രേറ്റർ ദാൻ സീറോയോ ലെസ് ദാൻ സീറോയോ? Greater Greater than than. 0. ഗ്രേറ്റർ ദാൻ സീറോ എന്നാൽ അർത്ഥം F is simply decreasing. എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 0 1. ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 0 1. ഓക്കെ, അടുത്ത ഇൻ്റർവെൽ ഏതായിരുന്നു? 1 2. എടുക്കാം. ഇൻ ദ ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ 1 2. ഇൻ ദ ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ 1 2. ഓക്കെ, ഇതിനിടയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നൊരു വില പറഞ്ഞേ. 1നും 2നും 3/2. 1.5 നമുക്ക് എങ്ങനെ എഴുതാം? 3/2. അപ്പോൾ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞാട്ടെ 4 into 3/2 4 into 3/2. 3/2 into 3/2 minus 2. 3/2 മൈനസ് 2 ഇൻറ്റു 3/2 minus 1. 3/2 മൈനസ് 1. ഈ 4ഉം ഈ 2 കൂടെ വെട്ടിയാൽ 2 കിട്ടും അല്ലേ? അപ്പം 2 ഗുണം 3 6 ആയി. ഇന്നത്തെ സിമ്പിൾ മാത്രമായിട്ട് ചില ആലോചിക്കുക. ആദ്യത്തേത് 1.5. 1.5യിൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പോൾ അര എന്ത് അര? മൈനസ് Minus 1/2. ഇനി 1.5യിൽ നിന്ന് 1 കുറയ്ക്കണം. പ്ലസ് അര പ്ലസ് അര അല്ലേ? ആണോ? ആണ് സർ. ഓക്കെ, ഈ 6ഉം ഈ 2 കൂടെ വെട്ടി എത്ര കിട്ടും? 3. 3 ഇൻറ്റു -1 ഇൻറ്റു 3 -3. -3/2. ലെസ് ദാൻ സീറോയോ ഗ്രേറ്റർ ദാൻ സീറോയോ? Less than 0. ലെസ് ദാൻ സീറോ വന്നാൽ എന്തോ പറയും? ഡിക്രീസിങ്. Simply decreasing. എഫ് ഈസ് ഡിക്രീസിങ് In open interval 1 2. ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 1 2. ഓക്കെ, ഇനി അടുത്ത ഇൻ്റർവെൽ ഏതാ? 2 2 infinity. infinity. അപ്പോൾ എഴുതുക ഇൻ ദ ഇൻ്റർവെൽ 2 ഇൻഫിനിറ്റി. ആ ഇൻ്റർവെല്ലിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എക്സിൻ്റെ ഒരു വില പറഞ്ഞേ. 3. 3. അപ്പോൾ എക്സിന് നമ്മൾ 3 എന്നെടുത്തു വില. പറഞ്ഞാട്ടെ dy ബൈ 4 into 3. 4 ഇൻറ്റു 3 into 3 minus 2. ഇൻറ്റു 3 മൈനസ് 2 into 3 minus 1. ഇൻറ്റു 3 മൈനസ് 1. 4 ഇൻറ്റു 3 12. ഇൻറ്റു 3 മൈനസ് 2 1. ഇൻറ്റു 3 മൈനസ് 1 2. 12 ഇൻറ്റു 1 ഇൻറ്റു 2 24. 24. ഗ്രേറ്റർ ദാൻ സീറോയോ ലെസ് ദാൻ സീറോയോ? Greater. Greater than 0. ഗ്രേറ്റർ ദാൻ സീറോ വന്നാൽ അർത്ഥം Strictly increasing. അല്ലല്ല, ഇവിടെ വെറും Six. ചോദ്യത്തിലെ വാക്ക് നോക്കി. ഇൻക്രീസിംഗ് എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പം എഫ് ഈസ് Increasing. ഇൻക്രീസിംഗ് ഇൻ ദ ഇൻ്റർവെൽ 2 infinity. ടു ഇൻഫിനിറ്റി. ഇത്രയും വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും വരെ ഇല്ല, ആർക്കെങ്കിലും? ഓക്കെ, നമ്മളിതൊന്ന് സമ്മറൈസ് sir. ചെയ്ത് എഴുതാൻ പോവാം. 2 കോളമായിട്ട് തിരിക്കുക. ഒന്നാമത്തെ കോളം ഇൻ്റർവെല്, രണ്ടാമത്തെ കോളം Nature of function. അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ്. നിങ്ങളൊരു ബോക്സ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ഇൻ്റർവെൽ ഏതായിരുന്നു? -∞ 0. ഇവിടെ എന്തായിരുന്നു ഫംഗ്ഷന്റെ സ്വഭാവം? Decreasing. ഡിക്രീസിങ്. രണ്ടാമത്തെ ഇൻ്റർവെല് 0 1. 0 1. അവിടെ എന്തായിരുന്നു ഫംഗ്ഷന്റെ സ്വഭാവം? Increasing. ഇൻക്രീസിങ്. അടുത്തത് 1 2. അവിടെ എന്തായിരുന്നു ഫംഗ്ഷന്റെ സ്വഭാവം? Decreasing. ഡിക്രീസിങ്. ലാസ്റ്റിലത്തെ ഇൻ്റർവെല് 2 infinity. ഇൻഫിനിറ്റി. അവിടെ എന്തായിരുന്നു ഫംഗ്ഷന്റെ സ്വഭാവം? Increasing.
അപ്പോൾ ഈ പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ തന്നിരിക്കുന്നയാളിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അത് അറേഞ്ച് ചെയ്യുന്നത്. അത് നിങ്ങൾ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കിയാൽ ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ എക്സ് വിലയൊക്കെ കണ്ടുപിടിക്കാൻ, ഉദാഹരണത്തിന് ഈ പ്രോബ്ലത്തിൽ തന്നെ നിങ്ങൾ ആദ്യം കിടക്കുന്ന ആളിനെ എക്സ്പാൻഡ് ചെയ്താൽ ഈ എക്സ് റൈസ് ടു 4, അതായത് 4th ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയലാണ് വരുന്നത്. അത് സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പരമാവധി സിമ്പിൾ മെത്തേഡിൽ അത് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഓക്കെ, ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പോൾ സാധാരണ നമ്മൾ ക്ലാസ് ചെയ്യാറുള്ളത് പോലെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ ക്ലാസ്സിലാകുമ്പോൾ ഇരിക്കുന്നത് എനിക്കറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലായെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് മനസ്സിലായെന്ന് പറയുക. എന്നിട്ട് നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. Logarithmic function is increasing on interval infinity. എന്തായിരുന്നു ചോദ്യം? ഒന്നുകൂടെ വായിച്ചേ. Prove that the logarithmic function is increasing on 0 infinity. എന്തോ മഹേഷ് ചോദ്യത്തിന്റെ അർത്ഥം? A logarithmic function 0 നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് ഇൻക്രീസ് ചെയ്യുന്നെന്ന് പ്രൂവ് ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ? ഇത് 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ എങ്ങനെയുള്ള ഫംഗ്ഷനാണ്? എങ്ങനെയുള്ള ഫംഗ്ഷനാണ്? പുസ്തകത്തിൽ ഇൻക്രീസിങ് എന്നേ ഉള്ളോ അതോ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്നുണ്ടോ? ഇൻക്രീസിങ് അത്രേ ഉള്ളോ? Strictly increasing. ഓക്കെ. ശലഭയുടെ കയ്യിലിരിക്കുന്ന പുതിയ പുസ്തകത്തിന് അതിലെങ്ങനെ എഴുതിയിരിക്കുന്നേ? ഇൻക്രീസിങ് എന്നേ ഉള്ളൂ. ഇൻക്രീസിങ് എന്നേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ എഴുതിയാട്ടെ. അത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനാണ് ഈ ഓപ്പൺ ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഓപ്പൺ ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി ആരാണ്? ഡൊമെയിനാണ്. ഡൊമൈനാണ്. സാധാരണ ഇത് ചെയ്യുന്ന പോലെ എന്തൊരിക്കും അടുത്ത പരിപാടി? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. നിങ്ങൾ സാധാരണ ഇത് ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഇവിടെ അങ്ങനെ ചെയ്യരുത്. വളരെ സിമ്പിൾ ഒരു ഐഡിയ ആണ്. നിങ്ങളുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് എക്സ് എവിടെ നിന്നുള്ള വിലകളാണ് സ്വീകരിക്കുന്നത്? 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള വിലയാണ്. അതെന്ത് നമ്പരാണ്? ഈ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള നമ്പറുകൾ. അപ്പം 0 ഇല്ല, ഇൻഫിനിറ്റി ഇല്ല, അതിനിടയിലുള്ള വിലകളാണ് എക്സ് എടുക്കുന്നത്. അതെന്ത് നമ്പരാ? അതെന്ത് നമ്പരാ? അങ്ങനെ റിയൽ നമ്പരാ. അല്ല, അതെന്തോ റിയൽ നമ്പർ? പോസിറ്റീവ് റിയൽ നമ്പരാ. അപ്പോൾ ഈ എക്സ് എടുക്കുന്ന വിലകളൊക്കെ എന്ത് നമ്പരാണ്? പോസിറ്റീവ് റിയൽ നമ്പരാ. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ വില എന്തോ വരും? എഫ് ഡാഷ് എക്സിൻ്റെ വില എന്തോ വരും? ഗ്രേറ്റർ ദാൻ 0. അല്ല, നമ്മളിങ്ങനെ എഴുതണം 1/, ഡിനോമിനേറ്റർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. 1/, ഒരു പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഉത്തരം എന്തോ വരും? പോസിറ്റീവ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പോൾ അടുത്ത വരിയിൽ വിച്ച് ഇംപ്ലൈസ് കുഴപ്പമില്ല. വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് പറവുള്ളരേ എഫ് ഓഫ് എക്സ് ഈസ് strictly increasing in open interval 0 infinity. ഇനി ഇത് നമുക്ക് ഗ്രാഫിൽ നിന്ന് വേണമെങ്കിൽ ഉത്തരം എഴുതാം. നമ്മൾ ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്കകത്തിലെ ഒരു സെക്ഷൻ്റെ പേരെന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്നായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്കൊരു പ്രിൻ്റ് എടുത്തുകൊണ്ട് തന്നതിനകത്ത് ഇതാണ് ആരുടെ ഗ്രാഫ്? ലോഗ് എക്സിൻ്റെ ഗ്രാഫ്. ആരുടെ ഗ്രാഫ്? ഒരു സെക്കൻഡ്. സോറി, ഞാൻ പറഞ്ഞതിനകത്തൊരു കറക്ഷൻ ഉണ്ട്.
ഈ ആദ്യം ഞാനിപ്പോൾ വരച്ചു വെച്ചേക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇതിൻ്റെ ഗ്രാഫാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഈ സ്ഥാനത്ത് ലോഗ് എക്സിൻ്റെ ഗ്രാഫ് പോകുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഗ്രാഫാണ്. ലോഗ് എക്സിൻ്റെ ഗ്രാഫ് പോകുന്നത് ഇങ്ങനെയാണ്. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്ത് ഫംഗ്ഷനാണ്, ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. എന്ത് ഫംഗ്ഷനാണെന്ന്. അപ്പം അങ്ങനെ ഗ്രാഫ് വരച്ചു വെച്ചിട്ട് വേണമെങ്കിലും എന്തെഴുതാം, ഉത്തരവെഴുതാം. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത മെത്തേഡിൽ വേണമെങ്കിലും ഉത്തരവെഴുതാം. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത് മനസ്സിലായി എല്ലാവർക്കും? മനസ്സിലായി സാർ. ലോഗിൻ്റെ ഇൻവേഴ്സ് ആണ് എക്സ്പോണൻഷ്യൽ, എക്സ്പോണൻഷ്യലിൻ്റെ ഇൻവേഴ്സ് ആണ് ലോഗരിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോഗ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ 10ൽ ഡൗട്ട് മാറിയല്ലോ എല്ലാവരുടെയും? മാറിയോ? ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 11ൽ ഒന്നാമത് നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് അരമണിക്കൂർ പോയി. എന്നോട് നിങ്ങൾ ഇനി മിണ്ടാതെ കൊണ്ട് ഇരിക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 11ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകിൽ ഡൗട്ട് ഉണ്ട് അല്ലെ ഡൗട്ട് ഇല്ല. 11ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടേ ഞാൻ നിങ്ങളോട് ചോദിച്ച കേൾക്കുന്നില്ല. ഹലോ സാർ, ഇന്റർവെൽ എടുത്തതിനകത്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇന്റർവെൽ, ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ -1,1/2. രണ്ടാമത്തെ ഇന്റർവെൽ 1/2, 1. അതാണോ ഇന്റർവെൽ കിട്ടിയത്? 11. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ f given by f of x equal x² - x plus 1 is neither strictly increasing nor strictly decreasing on open interval -1, 1. എന്താ പറയുന്നു? ആതിരയാണ് ആകെ ഒരു സംശയം ചോദിച്ചത്. ആതിര ചെയ്തപ്പോൾ കിട്ടിയ ഇന്റർവെൽ ഞാൻ ഈ പറഞ്ഞ ഇന്റർവെൽ ആണോ? ആണ് സാർ. ബാക്കിയുള്ളവരുടെ അഭിപ്രായം ചെയ്തോ ചെയ്തില്ലയോ, ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഇല്ലയോ? അല്ല, ചെയ്തു വരുമ്പോൾ ഒരു ഇന്റർവെൽ കിട്ടണ്ടേ? ആ ഇന്റർവെൽ വെച്ചിട്ടല്ലേ ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമ്മൾ പരിശോധിക്കുന്നത്. അല്ല, ഇവിടുത്തെ ചോദ്യം കണ്ടോ? നെയ്തർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് നോർ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഇൻ ഓപ്പൺ ഇന്റർവെൽ -1, 1 എന്നാ. അപ്പൊ നമ്മൾ ആ ഇന്റർവെലിനകത്ത് നിന്ന് ഒരു വില എടുത്ത് വെച്ച് ചെയ്താൽ കിട്ടത്തില്ല. ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. അപ്പം ആതിരെ അതിന്റെ ആൻസർ ഒന്ന് വായിച്ചേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. 11ന്റെ ആൻസർ f of x equal x² minus x plus 1. f dash x equal 2x minus 1. f dash x equal 0. 2x minus 1 equal 0. 2x equal 1. x equal 1/2. x equal 1/2. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വില എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ ആകെപ്പാടെ ഒരു വിലയല്ലേ ഉള്ളൂ. നമ്മുടെ നമ്പർ ലൈൻ വരയ്ക്കുന്നു, -∞, 1/2, 1. ഇത്രയും വരെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്തത്. Split the domain of f into open interval -1, 1/2, 1/2, 1. ബാക്കി വായിച്ചോ. In the interval -1, 1/2, x-ന് 0 കൊടുക്കും. അപ്പം -1 വന്ന്. പിന്നെ രണ്ടാമത്തത് ഞാൻ വാല്യൂ ഏതാ കൊടുക്കണ്ടേന്ന് ഒരു ഡൗട്ട് ഉണ്ട്. 1/2-നും 1-നും ഇടയ്ക്ക് വരുന്ന ഒരു വില ഏതാണെന്നാണ് ഡൗട്ട്. ആണോ? ഓപ്പൺ ഇന്റർവെൽ 1/2-നും 1-നും ഇടയ്ക്കുള്ള ഒരു വില എന്തോ 3/4 കൊടുക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡ് ഇപ്പൊ ക്ലിയർ ചെയ്യാം. 1/2 എന്ന് പറഞ്ഞാൽ എത്ര? അരയ്ക്കും 1-നും ഇടയിലുള്ള വില. നമ്മുടെ അശ്വിക പറഞ്ഞ ഏതാ വില? 3/4. ഇത് 0.5-ഉം ഇത് 1-ഉം ആണ്. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു വിലയല്ലേ 0.75 എന്ന് പറയുന്ന ഈ വില. ആണോ അതിരെ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ വില അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോ
എഫ് ഡാഷ് ഓഫ് 3/4 പറഞ്ഞാട്ടെ, പറഞ്ഞോ. 2 ഇൻറ്റു 2 into 3/4 minus 1. 2 ഇൻറ്റു 3/4 മൈനസ് 1. വേണ്ട ഈ രണ്ടും ഈ 4 കൂടെ വെട്ടിയാൽ 2 കിട്ടും. അപ്പൊ 3/2 മൈനസ് 1. 3/2 എത്ര? 3/2 0.4 അല്ലേ? അല്ല, 3/2 നമ്മൾ സാധാരണ ഗതി പറഞ്ഞാലേ 3/2 3ന്റെ പകുതി 1.5. 1.5യിൽ നിന്ന് 1 കുറച്ചാൽ 1/2. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. ഗ്രേറ്റർ ദാൻ 0യോ ലെസ് ദാൻ 0യോ? ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0. അപ്പോ ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ സ്വഭാവം neither increasing nor decreasing. അല്ല, ഈ ഇപ്പോഴത്തെ മാത്രം പറ. increasing. അപ്പൊ എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ ദ ഇന്റർവെൽ. നമ്മുടെ ശലഭയെ പുതിയ പുസ്തകത്തിൽ സ്ട്രിക്ട്ലി ആണോ അതോ വെറും ഇൻക്രീസിങ് എന്നേ ഉള്ളൂ? സ്ട്രിക്ട്ലി എന്നുണ്ട്. സ്ട്രിക്ട്ലി എന്നുണ്ട്. അപ്പൊ ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ എങ്ങനെയാണ്? strictly increasing in open interval 1/2 1. അപ്പൊ ഒന്നാമത്തെ ഇന്റർവെൽ ഏതായിരുന്നു? -1 1/2. -1 1/2. ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? decreasing. സ്ട്രിക്ട്ലി ഡിക്രീസിങ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണോ? രണ്ടാമത്തെ ഇന്റർവെലായ 1/2, 1 strictly increasing. സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇത് രണ്ടും കൂടെ ചേരുന്നതല്ലേ ഓപ്പൺ ഇന്റർവെൽ -1 1 എന്ന് പറയുന്നത്? ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഒരു പൊതു സ്വഭാവം ഉണ്ടോ? ഇല്ല. ആദ്യത്തെ കുറച്ചു ഭാഗത്ത് സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും പിന്നുള്ള ബാക്കി ഭാഗത്ത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങോ. അപ്പൊ ഒരു കോമൺ നേച്ചർ നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ലാസ്റ്റ് എഴുതി വെക്കണം വിച്ച് ഇംപ്ലൈസ് f is neither increasing f is neither increasing nor in decreasing. in open interval -1 1. in open interval -1 1. ഓക്കെ. 12ാമത്തെ ചോദ്യവും ട്രിഗണോമെട്രിയുടെയാണ്. അതിൽ 1-2 കണക്ക് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ട്രിഗണോമെട്രിയുടെ +1 വിട്ടുപോയ ഒരു ടോപ്പിക് ആവശ്യം വരും. അത് നമുക്ക് ട്രിഗണോമെട്രി ഒരുമിച്ച് ചെയ്യാം. 12 13ാമത്തെ ഒരു പ്രോബ്ലത്തിനകത്തിലും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ട്രിഗണോമെട്രിയുടെ ആവശ്യം വരും. 14 അവിടെ നിൽക്കട്ടെ. ഓക്കെ, 15 ചെയ്തോ നിങ്ങൾ? 15 ഇല്ല സർ. ഇല്ല. അപ്പൊ എഴുതിയാട്ടെ. അല്ലാതെ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 15. ഹരികൃഷ്ണ, എന്താണ് 15ാമത്തെ ചോദ്യം? പരീക്ഷ ക്ലാസ്സിലില്ലയോ ഹരീഷൻ? വായിച്ചേട്ടാ. 15ാം ചോദ്യം വായിച്ചു. ലെറ്റ് ഐ ബി ആൻ ഇന്റർവെൽ ഡിസ്ജോയിന്റ് ഫ്രം -1 1. അവിടെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉടക്കി നിൽക്കുന്നത്. എന്താണ് ഐ ബി ആൻ ഇന്റർവെൽ ഡിസ്ജോയിന്റ് ഫ്രം -1 1 എന്ന് പറഞ്ഞാൽ അർത്ഥം? ഓപ്പൺ ഇന്റർവെൽ -1 1 എന്ന് പറഞ്ഞ അർത്ഥം ആർക്കെങ്കിലും പറയാമോ? സർ ഓപ്പൺ ഇന്റർവെൽ അല്ലല്ലോ. അതെ, ഓപ്പൺ ഇന്റർവെൽ -1 1 എന്ന് വെച്ചാൽ എന്തോ അർത്ഥം? ക്ലോസ്ഡ് ഇന്റർവെൽ സർ. ക്ലോസ്ഡ് ഇന്റർവെൽ അല്ലേ? എന്റെ ഇതിലുള്ള ടെക്സ്റ്റിനകത്തിൽ ഓപ്പൺ ഇന്റർവെൽ കൊടുത്തേക്കുന്നത്. ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? റിയൽ നമ്പർ സെറ്റ് നോക്കി, ടെക്സ്റ്റ് നോക്കി. റിയൽ നമ്പർ സെറ്റിൽ നിന്ന് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 ആണോ മാറ്റിയാൽ കിട്ടുന്ന
ബാക്കി നമ്പർ ലൈൻ്റെ പാർട്ട് ഉണ്ടല്ലോ, അതിനെയാണ് ഇവർ ക്വസ്റ്റ്യനിൽ എന്തെന്ന് വിളിച്ചിരിക്കുന്നത്? ഐ എന്ന് വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ക്വസ്റ്റ്യനകത്തിൽ ഐ കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് വാ തുറന്ന് പറവുള്ളാരേ. റിയൽ നമ്പർ സെറ്റിൽ നിന്ന് നമ്പർ ലൈനയിലെ -1 +1 ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള നമ്പറുകളെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള റിയൽ നമ്പറുകളെല്ലാം കൂടെ ചേരുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഐ. ആദ്യം ആ ഇന്റർവെൽ എല്ലാവർക്കും ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഐ എന്തോന്ന് മനസ്സിലായോ? ഇനി നമ്മുടെ ഫംഗ്ഷൻ അങ്ങോട്ട് എടുത്തെഴുത്. എഫ് ഓഫ് എക്സ് ഈക്വൽ എന്താണ് ഫംഗ്ഷൻ? എക്സ് പ്ലസ് 1/x. ഇതെന്താണെന്ന് തെളിയിക്കണം. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഓൺ ഐ. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണോ? ഇൻക്രീസിംഗ്. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ഐ ആണെന്ന് തെളിയിക്കണം. പേടിക്കണ്ട, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പറഞ്ഞാട്ടെ. എഫ് ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് മിണ്ടുന്നില്ല. എഫ് ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് പറവുള്ളാരേ. 1 + log x. എക്സിന്റെ ഡെറിവേറ്റീവ് 1 -1/x². 1/xന്റെ ഡെറിവേറ്റീവ് എന്തുവാ? -1/x². -1/x². അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എഴുതിയാൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു x² -1/x². നിങ്ങളോട് ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളോട് ഒരു ഇന്റർവെൽ കണ്ടുപിടിക്കാനൊന്നും അല്ല ചോദ്യം. ഈ പറഞ്ഞിരിക്കുന്ന ഐയിൽ മൊത്തം ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്നാണ് തെളിയിക്കേണ്ടത്. അങ്ങനെ തെളിയിക്കേണ്ടി വന്നാൽ നിങ്ങൾ തെളിയിക്കേണ്ടത് ഈ എഫ് ഡാഷ് എക്സ് ഉണ്ടല്ലോ, ഇയാളുടെ വില എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ് തെളിയിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഞാൻ ഈ നമ്പർ ലൈൻ ഒന്ന് വരച്ച് കാണിക്കാം. ഒരു ഐഡിയ നിങ്ങൾക്കൊന്ന് കത്താൻ വേണ്ടിയിട്ടാണ് എന്ത് വരയ്ക്കാൻ പറഞ്ഞത്? നമ്പർ ലൈൻ. ഇതാണ് നമ്മുടെ റിയൽ നമ്പർ. ഇതിലെ -1 +1 ഈ 2 നമ്പർ ഉൾപ്പെടെ അതിനിടയിലുള്ളവരെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് 1 കഴിഞ്ഞിട്ടുള്ള നമ്പരും -1 കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടുള്ള നമ്പരും മാത്രമേ നിങ്ങൾ ആരായിട്ട് എടുക്കാവൂ? എക്സ് ആയിട്ട് എടുക്കാവൂ. ആരായിട്ട് എടുക്കാവൂ? ഇനി ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു വില എക്സ് ആയിട്ട് എടുത്താൽ അതിന്റെ സ്ക്വയർ എടുത്താൽ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ വലുതായിരിക്കത്തില്ലയോ? ഉദാഹരണം പറഞ്ഞാൽ ഈ 1ന്റെ റൈറ്റിൽ വരുന്ന ഒരു നമ്പരാണ് 2. നിങ്ങൾ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ 2ന്റെ സ്ക്വയർ 4. 4ൽ നിന്ന് 1 കുറച്ചാൽ 3/2ന്റെ സ്ക്വയർ 4, 3/4. അതൊരു പോസിറ്റീവ് നമ്പർ അല്ലേ? ആണോ? ഇനി -1ന്റെ ലെഫ്റ്റിൽ കിടക്കുന്ന ഒരു നമ്പറാണ് -2. അത് കൊടുത്താൽ -2ന്റെ സ്ക്വയർ 4. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. 3/-2ന്റെ സ്ക്വയർ 4. അതും 3/4. ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇതെല്ലായ്പ്പോഴും എന്തിനേക്കാൾ വലുതായിരിക്കും? ഉണ്ടെന്നില്ല. 0യേക്കാൾ വലുതായിരിക്കും. വേണ്ട, ഇത്ര മാത്രം ചോദിച്ചാൽ മതി. ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് എന്താ പറയാം? എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് മാത്രം അല്ലെ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ ഇന്റർവെൽ ഒന്നുമല്ല കണ്ടുപിടിക്കേണ്ടത്. ആ കിട്ടിയ എഫ് ഡാഷ് എക്സിന്റെ വില എല്ലായ്പ്പോഴും
സീറോയേക്കാൾ വലുതാണെന്നോ അല്ലെങ്കിൽ സീറോയേക്കാൾ ചെറുതാണെന്നോ പ്രൂവ് ചെയ്യുന്നതിന്റെ ഐഡിയ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 15ാമത്തെ കണക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? 15ാമത്തെ കണക്ക് ക്ലിയർ ആയി? ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 16 കുട്ടികൾ മിണ്ടുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 16 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. ശരി, എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 16 പറയുന്നത്? ഒന്ന് വായിച്ച വിനായക. 16 ചോദ്യം. Prove that the function f given by f of x equal log sin x is strictly increasing on 0 pi by 2 open interval and strictly decreasing on open interval pi by 2 pi. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് സൈൻ എക്സ്. അടുത്ത ചോദ്യം ലോഗ് ഓഫ് കോസ് എക്സോ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ അടുത്ത പരിപാടി? ഉണ്ടതില്ല. അടുത്ത പരിപാടി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പറഞ്ഞാട്ടെ, പറവൂളാരെ. ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോ എഫ് ഡാഷ് എക്സ് എന്ന് കിട്ടുമല്ലോ. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ആദ്യം ഇത് ലോഗ് എക്സ് ആണ് വിചാരിക്കുക. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by x. അപ്പൊ 1 by sin x. പിന്നെ Into sin x in derivative. sin എക്സിന് ഡെറിവേറ്റീവ് അതാരാ? cos x. അപ്പൊ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു cos x by sin x. അതാരാണ്? cot x. സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ ഇത് ഈസ് ഈക്വൽ ടു 0 എന്നൊക്കെ എടുത്ത് എക്സിന്റെ വില കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അവര് ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് തന്നിട്ടുണ്ട്? വേണ്ടതില്ല, ഇന്റർവെല് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഇന്റർവെല്ലിൽ ഈ കാര്യം എന്ത് ചെയ്താൽ മതി? ആ ഇന്റർവെല്ലിൽ ഈ പറയുന്ന കാര്യം എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. ഒന്നാമത്തെ ഇന്റർവെൽ ഏതാ? 0 pi by 2. എഴുതുക. ഇൻ ദ ഇന്റർവെൽ 0, pi by 2. pi by 2 എന്ന് പറഞ്ഞാൽ 90. 0യ്ക്കും 90നും ഇടയ്ക്കുള്ള ഒരു വില പറഞ്ഞാട്ടെ. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു pi by 6. അതൊരു കുഴപ്പമില്ല. ഇവിടെ pi by 4. അപ്പൊ എഫ് ഡാഷ് ഓഫ് pi by 4 ഈക്വൽ കോഡ് pi by 4. കോഡ് 45. കോഡ് 45 എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ ടാൻ 45 എത്ര എന്നറിയാം. അതായത് ടാൻ pi by 4 എത്ര എന്നറിയണം. ടാൻ pi by 4 എത്ര? 1. അപ്പൊ തിരിച്ച് കോഡ് pi by 4 1 ഗ്രേറ്റർ ദാൻ 0. ആ ഇന്റർവെല്ലിൽ എഫ് ഡാഷ് എക്സിന്റെ വില ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ വിനായകൻ നമ്മൾ കൺക്ലൂഷൻ എന്തോ പറയും? F is strictly increasing. F is strictly increasing. In open interval 0 pi by 2. In open interval 0 pi by 2. ഓക്കെ. മാവേലിക്കരയിലെ അഭിനവുണ്ടോ? മാവേലിക്കരയിലെ അഭിനവ്. മണികണ്ഠനുണ്ടോ? മണികണ്ഠൻ. പനയന്നറാവിലെ അമൂല്യുണ്ടോ? അശ്വികയുണ്ടോ? ഉണ്ട് സാർ. അപ്പൊ അശ്വിക അടുത്ത ഇന്റർവെൽ ഏതാ? അടുത്ത ഇന്റർവെല് pi by 2 pi. എഴുതുക. ഇൻ ദ ഇന്റർവെൽ pi by 2, pi. ഇൻ ദ ഇന്റർവെൽ pi by 2, pi. ഈ ഇന്റർവെലിനകത്ത് വരുന്ന നമ്പർ പറഞ്ഞേ. pi by 2വിനും പൈക്കും ഇടയിൽ. pi by 2 എന്ന് പറഞ്ഞാൽ 90, pi എന്ന് പറഞ്ഞാൽ 180. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 2 pi. 2 pi by 3 എത്ര വരും? എത്ര വരും? 180 ഡിവൈഡ് ബൈ 3 6 6 2 12 120. അപ്പൊ എഫ് ഡാഷ് ഓഫ്
2π/3 ഈക്വൽ കോട്ട് ഓഫ് 2π/3. അതായത് കോട്ട് 120യുടെ വില ഒന്നുകിൽ റിഡക്ഷൻ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുക, അല്ലെ കാൽക്കുലേറ്ററെ കണ്ടുപിടിക്കുക. കോട്ട് 120യുടെ വില എത്ര? കോട്ട് 120യുടെ വില അല്ല, അത് കുഴപ്പമില്ല, നമുക്ക് ആ വില അറിഞ്ഞാൽ മതി. +1 പഠിച്ച റിഡക്ഷൻ ഫോർമുല വെച്ച് ചെയ്യുകയാണെങ്കിൽ കോട്ട് 120 ഈസ് ഈക്വൽ ടു കോട്ട് ഓഫ് 1 × 90 + 30 എന്ന് എഴുതണം. 90ന്റെ കൂടെ ഗുണിച്ചു വന്നിരിക്കുന്ന നമ്പർ 1 ആയതുകൊണ്ട് കോഫങ്ഷൻ വരും. കോട്ടിന്റെ കോഫങ്ഷൻ ടാൻ, അതിൻ്റെ കൂടെ ഒരു 30 കൂടെ വരും. ഇനി 120 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റ്. അല്ല, 90-നോട് 30 ആഡ് ചെയ്യുന്നത്. ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനായ കോട്ട് എങ്ങനെയാണ്? നെഗറ്റീവ്. അപ്പൊ ഈ ആൻസർ എന്താ വരും? -tan30. അപ്പോ -tan30യുടെ വില എത്ര? 1/√3 ആണോ? 1/√3. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരും? -1/√3. ഗ്രേറ്റർ ദാൻ 0യോ ലെസ് ദാൻ 0യോ? ലെസ് ദാൻ 0. അപ്പൊ അതിന്റെ അർത്ഥം strictly decreasing on open interval. അപ്പൊ f is strictly decreasing in open interval π/2 π/2, π. 16ാമത്തെ കണക്കിൽ ഡൗട്ട് ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഡൗട്ട് മാറിയോ? ഇനി അഥവാ ആർക്കെങ്കിലും 17ാമത്തെ കണക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? ചെയ്യാവുന്നേ ഉള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ 17ാമത്തെ കണക്കും ഒരു പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇതിലെ മിച്ചമുള്ള കണക്കുകളെല്ലാം കൂടി നമ്മൾ അടുത്ത ആഴ്ചയിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ആരും ലെഫ്റ്റ് ആകരുത്, അറ്റൻഡൻസ് ഒക്കെ എടുക്കാനുണ്ട്.